നമസ്കാരം. യുവർ സൈലൻസ് മേക്ക് സം പീപ്പിൾ അൺകംഫർട്ടബിൾ. നിങ്ങളുടെ നിശബ്ദത ചില ആളുകളെ അസ്വസ്ഥരാക്കുന്നുണ്ട്. കാരണം അവരുടെ കൺട്രോളിലല്ല നിങ്ങൾ. അവർക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ പല കാര്യങ്ങൾക്കും നേരത്തെ ശക്തമായി പ്രതികരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ അങ്ങനെ പ്രതികരിക്കാതിരിക്കുമ്പോൾ നിങ്ങളെ വെച്ച് മുതലെടുത്ത ആളുകൾ, നിങ്ങളുടെ പ്രതികരണം, നിങ്ങളുടെ കോപം, നിങ്ങളുടെ സത്യസന്ധമായ ചില പ്രതികരണങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സത്യസന്ധമായ സ്വഭാവം കാരണം നിങ്ങൾ തുറന്നു പറയുന്ന പല കാര്യങ്ങളും നിങ്ങളെ ഒന്ന് പ്രകോപിപ്പിച്ചാൽ നിങ്ങൾ റിയാക്ട് ചെയ്യുമെന്ന് അറിയാവുന്ന ആളുകൾ അത് മുതലെടുത്തിട്ടുണ്ട്. ആലോചിച്ച് നോക്കിയാൽ മതി. കാര്യം നിങ്ങളെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അവിടെ നിങ്ങൾ ചൂടാവും. നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ആത്മാർത്ഥം കൊണ്ടായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ വിവരമില്ലായ്മ കൊണ്ടായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ആത്മാർത്ഥത കൂടിയതിൻ്റെ ഇതുകൊണ്ടായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ സത്യസന്ധനായതുകൊണ്ടായിരിക്കാം. പക്ഷേ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി നഷ്ടങ്ങൾ വരുത്തി. നിങ്ങൾ തിരിച്ചറിഞ്ഞു ഞാൻ ഇങ്ങനെ പ്രതികരിക്കുന്നത്, പ്രകോപിക്കുന്നത് ശരിയല്ല എന്ന്. നിങ്ങൾ നിശബ്ദനായിരുന്നു നോക്ക്. അന്ന് തൊട്ട് പലരും അസ്വസ്ഥരാകും. നിങ്ങളെ മുതലെടുത്തവർ അസ്വസ്ഥരാകും. കാരണം അവർ നിങ്ങളെ പ്രകോപിപ്പിച്ച് ചൂടാക്കി, നിങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ മോശമാക്കി, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പല കാര്യങ്ങളും അവർ ചെയ്യുന്നു. ഇന്ന് നിങ്ങൾ മിണ്ടുന്നില്ല, നിങ്ങൾ അധികം സംസാരിക്കുന്നില്ല. എന്താണ് സംഭവിക്കുന്നത്? അവർക്കൊന്നും നിങ്ങളെ ചെയ്യാൻ പറ്റുന്നില്ല. അത് നിങ്ങളുടെ തോൽവിയല്ല, നിങ്ങൾ വളരുന്നതിൻ്റെ ലക്ഷണമാണ്. നിങ്ങൾ നിശബ്ദനായിരിക്കുമ്പോൾ ചുറ്റുമുള്ളവർ എന്തൊക്കെ പ്രകോപനങ്ങൾ കൊണ്ടുവന്നാലും നിങ്ങളത് റിയാക്ട് ചെയ്യാതിരുന്നാൽ അവിടെ നിങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന സത്യമാണ് മനസ്സിലാക്കേണ്ടത്. കാരണം മറ്റേ നിങ്ങൾ പ്രതികരിക്കുമായിരുന്നു. അത് സത്യസന്ധനായ ഒരു മനുഷ്യൻ ചെയ്യുന്ന കാര്യമായിരിക്കാം. പക്ഷെ അത് പലരും മുതലെടുത്ത് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ശത്രുക്കളെ ഉണ്ടാക്കി, നമ്മളെ സമൂഹത്തിന് മുമ്പിൽ മോശക്കാരാക്കി, നമ്മൾ ഒന്നിനും കൊള്ളാത്തവരായി മാറി. അവിടെ നമ്മൾ തിരിച്ചറിഞ്ഞ് നിശബ്ദത എന്ന ആ ശക്തിയുണ്ടല്ലോ, അത് പലരെ അസ്വസ്ഥരാക്കുന്നുണ്ടെങ്കിൽ അവരാരും ശരിക്കും നമ്മുടെ കൂടെ ഉള്ളവരല്ല. നിങ്ങളുടെ അസ്വസ്ഥത അവർ ശരിക്കും ഒരു കാലത്ത് മുതലെടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ തുറന്നു പറഞ്ഞതിൻ്റെ പുറത്തായിരിക്കാം. ഇപ്പോൾ നിങ്ങൾ നിശബ്ദത പാലിച്ചു, അവിടെ അവർക്ക് അസ്വസ്ഥതയുണ്ടാകും. ഇത് തന്നെയാണ് ജീവിതത്തിൽ പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ജീവിതത്തിൽ നിശബ്ദമായിരുന്ന് മുന്നോട്ട് പോവുക. കാരണം നിങ്ങളുടെ നിശബ്ദത പലരെയും പ്രകോപിപ്പിക്കുന്നുണ്ടെങ്കിൽ, അവരെ അസ്വസ്ഥരാക്കുന്നുണ്ടെങ്കിൽ, അത് അവർ നിങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്തുക്കളല്ല. അതുകൊണ്ട് നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും കൺട്രോൾ ചെയ്യുക. ജീവിതത്തിൽ ചിലതിനൊന്നും മറുപടി പറയാൻ പറ്റത്തില്ല. അങ്ങനെ സാഹചര്യങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുക. നമുക്ക് നമ്മുടെ സമാധാനമാണ് വലുത്. നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ സമാധാനമുള്ളവരായി, സന്തോഷമുള്ളവരായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ കൂടെയുണ്ട്. എനിക്ക് വേണ്ടി നിങ്ങളും കൂടെ കാണുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും ഡോക്ടർ ഡഗ്ലസ് കെ എന്ന യൂട്യൂബ് ചാനൽ മാക്സിമം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. രാവിലെ സൈക്കോളജിക്കൽ വീഡിയോസ് ഉണ്ട്, വൈകുന്നേരം ലൈവുകളുണ്ട്. ഇതുകൂടാതെ ഷോർട്ട് ഫിലിം തുടങ്ങിയ എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ട്. പുതിയൊരു ഷോർട്ട് ഫിലിം ഇപ്പോൾ റിലീസായി, ആമിയുടെ അലക്സി ചായ. കാണണം. കാണാത്തവരെ മാക്സിമം നിങ്ങൾ കണ്ട് അഭിപ്രായം യൂട്യൂബിൽ കമൻ്റ് ഇടണം. തീർച്ചയായും നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും എനിക്ക് വേണം. വീണ്ടും ഒരു മനഃശാസ്ത്ര യാത്രയിലൂടെ നമുക്ക് കാണാം. ഞാൻ നിങ്ങളുടെ ഡോക്ടർ ഡഗ്ലസ് കെ. താങ്ക് യു.